ഫ്രണ്ട്സ്, ഞാൻ ആശ ബിനോജി. ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കിടിലൻ സാധനമായിട്ടാണ് എത്തിയേക്കുന്നത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ബ്രിഞ്ചാൾ ഫ്രൈ സാലഡാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അരമണിക്കൂർ. അപ്പൊ അത് നാരങ്ങ പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർക്കണം. നമ്മൾ പിന്നീട് ഉപ്പ് പൊടി ഇടുന്നതല്ല. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ മതി. അതിലേക്ക് അതും നന്നായിട്ട് ഇതിനോടുകൂടി മിക്സ് ചെയ്ത് ചേർക്കണം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് അതിനെ ഇളക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് ഒരു വലിയൊരു ബ്രിഞ്ചാളാണ്. ആ ബ്രിഞ്ചാൾ ഇതിനകത്തോട്ട് അതിനെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. നമുക്ക് അരമണിക്കൂറിന് ശേഷം കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം നമുക്കതിനെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി വറുത്തെടുക്കണം. ആദ്യം ഇച്ചിരി തീ കൂട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നമ്മുടെ ബ്രിഞ്ചാള് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിനെ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് 2 കപ്പ് തൈര് എടുക്കുക. എന്നിട്ട് തൈരിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച ബ്രിഞ്ചാളിനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഈ വറുക്കുന്നതിനകത്ത് മുളകും ഇതുപോലെ വറുത്ത് ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി വേറെ ഒരു ടേസ്റ്റും കൂടെ വരും. പച്ചമുളക് ഞാനിപ്പോ മുളക് അധികം ചേർത്തിട്ടില്ല. മുളക് പൊടി കുരുമുളക് പൊടി ചേർത്തതാണ്, ഞാനത് ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഈ മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയും ഒക്കെ കളർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു എന്താ പറയുന്ന ഒരു കിച്ചടി ഒരു ടൈപ്പ് ആയി വരുന്നത്. ഇതിനകത്ത് തേങ്ങ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു വറുത്ത സാധനം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നല്ല സൂപ്പർ സാധനമാണ്. നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ.